ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബി, എൻ്റെ നബിയേ, അല്ലാഹുവിന്റെ വിളി നോക്കൂ. ഖുൽ ലി അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോട് പറഞ്ഞേക്കുക നബിയേ, ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ലോകവും ഈ ലോകത്തിന്റെ ആഡംബരങ്ങളുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ദുനിയാവിന്റെ ആഡംബരങ്ങൾ ഹബീബിന്റെ ഭാര്യമാര് ചോദിക്കോ? അവർ ചോദിച്ചിട്ടില്ല. പക്ഷെ അള്ളാന്റെ മറുപടി എങ്ങനെയാ വന്നത്? നമ്മളൊക്കെ എത്ര സുഖത്തിലാണ്, നമ്മളൊക്കെ എത്ര റാഹത്തിലാണ്. വാടകപ്പുരക്ക് കഴിയുകയാണെങ്കിലും 2 നേരം 3 നേരം ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ലേ? അതുമില്ലായിരുന്നു നമ്മുടെ ഹബീബിന്റെ വീട്ടിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് ചോദിക്കുക നബിയെ, പേടിപ്പെടുത്തുന്ന ആയത്താണ്. ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ലോകത്തിന്റെ ആർഭാടവും ഈ ദുനിയാവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ, നിങ്ങളെ ഞാൻ മാന്യമായി ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി തരാം. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കി തരാം, വേറെ ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചോളൂ. എന്നാൽ വഇൻ കുൻതുന്ന തുരിദിനല്ലാഹ വദ്ദാർ വറസൂലഹു വദ്ദാറുൽ ആഖിറ, നിങ്ങൾക്ക് അല്ലാഹുവും അവന്റെ റസൂലും പരലോകവുമാണ് വേണ്ടതെങ്കിൽ, ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമാ, അല്ലാഹു നിങ്ങളിലെ സച്ചരിതകളായ പെണ്ണുങ്ങൾക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം നാളെ മഹ്ശറയിൽ കൊടുക്കാൻ ഒരുക്കമാണ്. സൂറത്തു തഹരീമിലൂടെ ആയത്തിറങ്ങി, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറാ. പെണ്ണുങ്ങളെ, നിങ്ങളെങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളെക്കാളും മുന്തിയവരെ എൻ്റെ റസൂലിന് ഞാൻ പകരക്കാരികളായി കൊടുക്കാൻ കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു പറഞ്ഞ ഒരു നേരം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ കൂട്ടുകാരൻ, ഗുരുതരമായൊരു സംഭവം നടന്നു. അള്ളാന്റെ റസൂൽ അവിടുത്തെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞപ്പോ ഞാൻ മദീനയിലേക്ക് ഓടിച്ചെന്നു. റബ്ബേ, എൻ്റെ മോൾ ഹഫ്സക്ക് നഷ്ടമായല്ലോ. ഖാബത് ഹഫ്സ വ ഖസിറത്, എൻ്റെ മോൾ ഹഫ്സക്ക് നഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓടുകയാണ്. നബിയുടെ ഭാര്യമാർ ത്വലാഖ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നറിയണം. ഏതെങ്കിലും ഒരു പെണ്ണ് ശർഅ അംഗീകരിക്കുന്ന ഒരു കാരണമില്ലാതെ തന്റെ ഭർത്താവിനോട് നിങ്ങൾ എന്നെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി തന്നോളൂ എന്ന് പറയുകയാണെങ്കിൽ ഹറമല്ലാഹു അലൈഹൽ ജന്ന, ആ പെണ്ണിന് സ്വർഗം ഹറാമാണെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാമുകന്റെ കൂടെ പോകാനോ, താൻ ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാനോ, താൻ ഇഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാനോ നിങ്ങൾ എന്നെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് ഒരു പെണ്ണ് തന്നെ നിക്കാഹ് ചെയ്ത ഭർത്താവിനോട് ഒരു നേരം പറയുകയാണെങ്കിൽ, തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ സ്വർഗം അവർക്ക് നിഷിദ്ധമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ത്വലാഖ് നടന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്സാര വിഷയങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ട് എത്ര ആയിരം ആളുകളുടെ ആമീനിന്റെ ഫലമായിരിക്കാം ഒരു പെൺകുട്ടിക്കൊരു ദാമ്പത്യ ജീവിതം അള്ളാഹു കൊടുക്കുന്നത്. ആ നിഅമത്തിന് നന്ദി ചെയ്യേണ്ടതിന്റെ പകരം നന്ദികേട് ചെയ്യുകയാണ്.
ചെയ്യുകയും വഞ്ചന ചെയ്യുകയും തന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന എത്രയോ അനുഭവങ്ങൾ തിരിച്ചിങ്ങോട്ടും എത്രയോ കുടുംബിനികൾ വഴിയാധാരമായി പോകുന്ന വിധം ചെറുപ്പക്കാരുടെ ദുശ്ശീലം കൊണ്ട് പരസ്ത്രീ ബന്ധം കൊണ്ട് നാട്ടുകാരായ പെണ്ണുങ്ങളോട് മുഴുവനും വാട്സപ്പ് ബന്ധങ്ങളും ഫേസ്ബുക്ക് ബന്ധങ്ങളും ഇത് കാണുന്ന ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയോ? സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ആ വീട്ടിൽ തേൻ വെള്ളം കുടിക്കാൻ ഹബീബായ നബി തങ്ങൾ ഒരൽപ്പം നേരം ഏറെ ചെലവഴിച്ചതിന്റെ പേരിലാ ഹബീബിന്റെ ഭാര്യമാർക്ക് വിഷമമുണ്ടായത്. സ്വന്തം കുടുംബിനികളോടൊപ്പം ഭാര്യയോടൊപ്പം ഇരുന്നു കൊടുക്കേണ്ട സമയം ഫേസ്ബുക്കിൽ ഇരുന്നു കൊണ്ട് അവരുടെ മുഖത്തൊന്ന് നോക്കാതെയും ആ മക്കളോടൊന്ന് സംസാരിക്കാൻ നേരമില്ലാതെയും വാട്സപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന യുവാവേ, ചെറുപ്പക്കാരാ, ഭർത്താവേ, നിങ്ങൾ അറിയുന്നുണ്ടോ അല്ലാഹു നിങ്ങൾക്ക് ഇബാദത്തിനോളം പുണ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു സൽക്കർമ്മമാണ് അവനവന്റെ ഭാര്യ മക്കളോടുകൂടെ ഇരിക്കുന്ന സമയം ചെലവഴിക്കുന്നത്. അതല്ലേ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അതും ഹറാമിലൂടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. എൻ്റെ ഹഫ്സാക്ക് ജീവിതം നഷ്ടമായോ? എവിടെയാണ് റസൂലുള്ളാഹ്? എവിടെയാണ് ഹബീബായ നബിയുള്ളത്? അല്ലാഹുവിന്റെ റസൂലിനെ പള്ളിയിലേക്ക് ചെന്നു നോക്കി, ഹബീബിനെ കാണുന്നില്ല. ഹബീബായ നബിയുടെ വീട്ടിലേക്ക് ചെന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ആയിഷ ബീവിയും ഒരൽപ്പം ചൂടിലാണ്. ചെറുപ്പക്കാരിയായിരുന്നല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഹബീബ് ലോകത്തോട് വിട പറയുമ്പോൾ 18 വയസ്സാണ് ആയിഷ ബീവിക്ക്. അത് കഴിഞ്ഞ് 40 കൊല്ലം ഹബീബില്ലാതെ ജീവിച്ച് 60 വയസ്സ് കഴിഞ്ഞ് മരിച്ച മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ മഹദി. അവരെല്ലാം ലോക മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാ മഹദിമാരെക്കാളും സ്ഥാനമുള്ളവരാണ്. എല്ലാ പെണ്ണുങ്ങളുടെയും ഉമ്മമാരും മഹദികളുമാണവര്. ആ മഹദികളായ ഉമ്മമാരാണ് നമ്മുടെ ഹബീബിന്റെ ഭാര്യമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് എവിടെയാണെന്ന് ചോദിച്ച് ആയിഷ ബീവിയോട് ചോദിക്കുന്നു. ആയിഷ, അബലഗ ബികി മിനൽ അംരി അൻ ആദൈതി റസൂലല്ലാഹ്. ആയിഷ, നിങ്ങൾ കളിച്ച് എൻ്റെ ഹബീബിനെ വേദനിപ്പിച്ചല്ലേ? ആയിഷ ബീവിക്ക് ചൂടായി. ബീവി പറഞ്ഞു, അലൈക ബിഐബതിക്. ഉമറേ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ? ഒന്നും പറഞ്ഞില്ല. ഹഫ്സ ബീവിയോട് ചെന്ന് ചോദിച്ചു, എൻ്റെ മോൾ ഹഫ്സ, ഹൽ ബലഗ മിൻ അംരികി അൻ ആദൈതി റസൂലല്ലാഹ്. എൻ്റെ റസൂലുള്ളാഹിന്റെ മനസ്സ് നീ വേദനിപ്പിച്ചോ മോളെ? ഹബീബിനെ വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഹഫ്സ ബീവിയോട് പറഞ്ഞു, ഹഫ്സ, നിനക്കറിയില്ലയോ അള്ളാന്റെ റസൂലിനോട്, ഹബീബിനോട് എത്ര ബഹുമാനം എനിക്കുണ്ട്, എത്ര സ്നേഹം എനിക്കുണ്ട്. ആ ഹബീബ് നിന്നെ സ്നേഹിക്കണം, നിന്നെ ഇഷ്ടപ്പെടണം. എന്നാൽ ഹബീബ് നിന്നെ വെറുത്തിരിക്കുമോ എന്നെനിക്ക് പേടിയുണ്ട് ഹഫ്സ. അള്ളാന്റെ റസൂലെങ്ങാനും നിന്നെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ മോളെ, നിന്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അത് പറഞ്ഞപ്പോ കളി കാര്യമായിട്ടുണ്ട്. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. വിധങ്ങൾ എവിടെയാണ് ഹബീബ്? എവിടെയാണ്? ഐന റസൂലുള്ളാഹ് എവിടെ മോളെ? നിന്റെ ഭർത്താവും എന്റെ സയ്യിദുമായ നമ്മുടെ റസൂൽ എവിടെയാണ്? ഹഫ്സ ബീവി പറഞ്ഞു, ഫീ മഖ്സനതിഹി. ഹബീബായ നബി തങ്ങൾ മഖ്സനത്തിലുണ്ട്, ഫീ മശ്റബതിഹി. ഹബീബായ നബിയുടെ വിസിറ്റർമാരായ ആളുകൾ, സന്ദർശകരിരിക്കുന്ന റൂമിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തങ്ങൾ പറയുന്നു, ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ആ വീടിന്റെ ഉള്ള് ഉമർ എന്നവർ വിശദീകരിച്ച സംഭവം ഇന്നലെ മിനിഞ്ഞാന്നത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ആവർത്തിക്കുകയല്ല. ആ റൂമിലേക്ക് കയറിയിട്ട് ഹബീബായ നബി തങ്ങൾ ആ പായയിൽ ചാരി കിടക്കുന്നുണ്ട്. ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ ഒന്നാകെ പായയുടെ അടയാളം വന്നിട്ടുണ്ട്. ഉമർ എന്നവർ ആ പരിശുദ്ധമായ പൂമേനിയിലേക്ക് നോക്കിയിട്ട് കരയാൻ തുടങ്ങി.
ഫബ്തദറത് ഐനായി, എൻ്റെ കണ്ണുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മറന്നവർ കണ്ണിന്ന് കണ്ണുനീര് വന്നു. എന്നെ കണ്ടപ്പോ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഹബീബായ നബി തങ്ങൾ. 29 ദിവസമായിട്ട് അവിടുത്തെ ഭാര്യമാരോട് മിണ്ടാതെ ഹബീബായ നബി സങ്കടത്തിലാണ്. 29 ദിവസമായി. ഒരു മാസം അവരെ വിട്ടു നിർത്തുകയാണെന്ന് ഹബീബായ നബി തങ്ങൾ തീരുമാനിച്ചിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ സങ്കടത്തിലാണ്. ആ മുഖത്ത് എന്തെന്നില്ലാത്ത മ്ലാനതയുണ്ട്, ദുഃഖമുണ്ട്, ഖിന്നനാണ് ഹബീബായ നബി തങ്ങൾ. മറന്നവർ ഹബീബിന്റെ ശരീരത്തിൽ ഒരു അരമുണ്ട് വസ്ത്രമാണുള്ളത്, ഒരു തുണിയാണുള്ളത്. മേലെ ഒരു ബനിയനോ ഒരു കുപ്പായമോ ഇല്ലാതെ ഹബീബിന്റെ റൂമിൽ ഒറ്റക്ക് ഈത്തപ്പനയോല പായയിൽ കിടക്കുകയാണ്. ആ പരിശുദ്ധമായ ഭൂമേരിയിൽ ഹബീബിന്റെ ശരീരത്തിൽ പായയുടെ അടയാളങ്ങളുണ്ട്. ചോദിച്ചു മഹാനായ ഉമർ എന്നവരോട് റസൂലുള്ളാഹി തങ്ങൾ, മാ യുബ്കീക യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മകനെ നിങ്ങൾ എന്തിനാ കരയുന്നത്? ഹബീബിന്റെ കരച്ചിൽ മാറ്റാൻ വന്നതാ ഉമർ എന്നവര്. ഹബീബിനെ കണ്ടപ്പോൾ കരഞ്ഞുപോയി. ഉമർ എന്നവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ദേഹത്ത് ഞാൻ പായയുടെ അടയാളം കാണുകയാണ് നബിയേ. വകിസ്റ വഖൈസർ ഫിസ്സുഹൂരി വല്ലസ്മാർ, നബിയേ കിസ്റ കൈസർ രാജാക്കന്മാർ, ഇറാനിന്റെ ഖുസ്റുവും റോമിന്റെ സീസറും. ഇതാണ് കൈസർ. കിസ്റ എന്നത് ഖുസ്റുവാൻ. ഖുസ്റുവും സീസറുമെല്ലാം സുഖലോലുപരായി അലാ അസ്റത്തിൻ മിനൽ ദഹബ്, സ്വർണത്തിന്റെ കട്ടിലുകളിൽ കിടക്കുമ്പോൾ ഈ ഉണങ്ങിയ പായയിൽ ഒരു വിരിപ്പ് പോലും ഇല്ലാതെ കിടന്നതിന്റെ പേരിൽ പരുപരുത്ത ഈ തപ്പനയോലകളുടെ അടയാളം അങ്ങയുടെ ദേഹത്ത് വന്നുവിടുന്നത് കാണുമ്പോ അൻത റസൂലുള്ളാഹ് അൻത സഫവതു ഖൽഖില്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലയോ നബിയേ, അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠമായവരല്ലയോ, അങ്ങേക്ക് ഈ കഷ്ടപ്പാട് വേണോ നബിയേ? ഇത് കണ്ടിട്ട് സഹിക്കവയ്യാതെ ഞാൻ കരയുകയാണെന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങളോട് നബി തങ്ങൾ ചോദിച്ച ചോദ്യം മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയാണ്, അഫിയ ശക്കുൻ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നതിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ, നിങ്ങൾ സംശയിക്കേണ്ടതുണ്ടോ? ഉമറേ ഉമറേ, അമാ തർളാ അൻ തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ, ഈ രാജാക്കന്മാർക്കൊക്കെ അല്ലാഹു ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ നൽകുകയും എനിക്കല്ലാഹു നമുക്കല്ലാഹു പരലോകം നൽകുകയാണെങ്കിൽ അതല്ലേ ഉമറേ നമുക്ക് നല്ലത്? പരലോകമല്ലേ നമുക്ക് നല്ലത്? ഈ ദുനിയാവ് മരിച്ചാൽ തീരുന്ന ലോകമല്ലേ? എല്ലാം ഇട്ടേച്ചു പോകേണ്ട ലോകമല്ലേ? 3 കഫംപുടയല്ലാതെ എന്താ നമ്മൾ കൊണ്ടുപോകുന്നത്? ആ ഹബീബായ നബി തങ്ങളുടെ സംസാരം കഴിഞ്ഞ് മറന്നവരുമല്ലേ ഹബീബിനെ ചിരിപ്പിക്കാൻ പോവുകയാണ്. നബിയേ, അങ്ങേക്കറിയുമോ, എന്റെ ഭാര്യ എന്നോട് കയർത്ത് സംസാരിച്ചു നബിയേ. നബിയേ, കാര്യം എന്താണെന്നറിയോ? മദീനക്കാരി പെണ്ണുങ്ങൾ, അൻസ്വാരികളുടെ പെണ്ണുങ്ങൾ നമ്മളെ മദീനയിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഈ നാട്ടിലുള്ള പതിവ്, ഇവിടുത്തെ പെണ്ണുങ്ങളാണ് വീട് ഭരിക്കുന്നത്, പെണ്ണുങ്ങളാണ് ഭർത്താക്കന്മാരെ ഭരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അത് നമ്മുടെ പെണ്ണുങ്ങളും ഇച്ചിരി കണ്ടു പഠിച്ചു പോയി നബിയേ. ഞാനത് അനുഭവിക്കുകയാ നബിയെ, സഹിക്കുകയാണ്. എന്റെ പെണ്ണെന്നോട് മറുത്തു പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അതുറാജിഈനനി, എന്നോട് നീ മറുത്തു പറയുകയോ? എന്റെ ഭാര്യ തന്ന മറുപടി എന്താണെന്നറിയോ നബിയേ? ഹബീബിന്റെ ഭാര്യമാരെ നബി തങ്ങളോട് മറുത്തു പറയുന്നുണ്ടല്ലോ. പൊന്നാര നബിയെ, ഇത് മക്കത്തായിരുന്നെങ്കിൽ അവരുടെ കരണത്ത് ഞാനൊരു അടി വെച്ച് കൊടുക്കുമായിരുന്നു നബിയെ. ഇത് പറഞ്ഞപ്പോ ഹബീബ് ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മക്കയിലായിരുന്നെങ്കിൽ നമ്മൾ പുറത്തു കൊടുക്കില്ലായിരുന്നു നബിയെ. മദീനക്കാരി പെണ്ണുങ്ങളെ കണ്ട് പഠിച്ചു പോയതാണ്. സഹിക്കയല്ലാതെ എന്ത് ചെയ്യും നബിയെ? എന്റെ ഹബീബേ, എന്റെ ഹബീബേ, അങ്ങയുടെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് മൗനിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ മൗനം, മുത്തനബി തങ്ങൾ ഒന്നും പറയുന്നില്ല. വീണ്ടും ചോദിച്ചു, നബിയേ,
അങ്ങയോട് ചോദിക്കുകയാണ് ബി അബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, എന്റെ ഉമ്മയും വാപ്പയും മരിച്ചാൽ പോലും അങ്ങ് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവനാണ് ഞാൻ. അത്വല്ലഖത നിസാഅക, അങ്ങയുടെ ഭാര്യമാരങ്ങ് ത്വലാഖ് ചൊല്ലിയോ നബിയേ? നബി ഞങ്ങൾ പറഞ്ഞു, ഇല്ല ഉമറേ, ഞാൻ ചൊല്ലിയിട്ടില്ല, ഞാൻ അവരെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല. പക്ഷേ അവരെന്നോട് ഒരു മാസക്കാലം ഒരു അകൽച്ച പാലിച്ചതിൽ പിന്നെ ഞാനും അവരോട് അകൽച്ചയിലാണ്. ഒരു മാസം ഞാൻ അവരുമായി ഇടപഴകുന്നില്ല. 29 ദിവസമായിരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ ആയത്തിറക്കി ആയത്തിറക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 28, 29 ആയത്തുകൾ. അതാണ് നമ്മൾ നേരത്തെ ഓതിയത്. നബിയെ, ഭാര്യമാരോട് പറഞ്ഞേക്കുക, നിങ്ങൾക്ക് ഈ ലോകം വേണോ, ഇതിന്റെ ആർഭാടം വേണോ, നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. ഇഷ്ടമുള്ളവന്റെ കൂടെ നിങ്ങൾ ജീവിച്ചോളൂ. അതല്ല, എന്നെ വേണോ, അള്ളാനെ വേണോ, പരലോകം വേണോ, പട്ടിണിയാണെങ്കിൽ പട്ടിണി കിടന്ന് എന്റെ വീട്ടിൽ എന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നവരെ മാത്രം എന്റെ കൂടെ നിന്നാൽ മതി. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം വിളിക്കുന്നത് ആയിഷ ബീവിയെയാണ്. ആയിഷ ബീവി അരികത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ആയിഷ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. ധൃതി പിടിച്ച് മറുപടി പറയരുത്. ബാപ്പയോട് ചോദിച്ചിട്ട്, ഉമ്മയോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ചോദിച്ചു, എന്താ നബിയെ പ്രശ്നം? അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഓതി കൊടുത്തു. അള്ളാനെ വേണോ, റസൂലിനെ വേണോ, ആഖിറം വേണോ, അതല്ല ദുന്യാവ് വേണോ, ത്വലാഖ് തരാം. എന്നെ വേണോ, എന്റെ കൂടെ പട്ടിണി, ഞാൻ പട്ടിണിയാണെങ്കിൽ നിങ്ങളും പട്ടിണി. ഹബീബ് വയറ് നിറച്ച് തിന്നുകയും ഭാര്യമാരെ പട്ടിണി കിടുകയും ചെയ്യുകയല്ല. ഇന്നൊക്കെ അങ്ങനെയാണ്. ചെറുപ്പക്കാര് വയറ് നിറച്ച് റോഡ് സൈഡ് മുഴുവൻ ഭക്ഷണശാലകളാ. യാ അല്ലാഹ്, എല്ലായിടത്തും പല വെറൈറ്റി റെസ്റ്റോറന്റുകൾ, എല്ലായിടത്തും. സുബ്ഹാനല്ലാഹ്. മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങൾ പറയും, മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങൾ പറയും, ഒരു കാലം വരുന്നു, അന്ന് ആളുകളുടെ ആകെ ചിന്ത എവിടെയാ നല്ല ഭക്ഷണം കിട്ടുക, പിന്നെ അവനവന്റെ ജനനേന്ദ്രിയങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കാം. ഇത് രണ്ടും ചിന്തിക്കുന്ന ഒരു കാലം ഈ ഉമ്മത്തിന് വരാനുണ്ട്. ആകെ ചിന്ത അതായിരിക്കും, പ്രേമം, ഭക്ഷണം. ആകെ ചിന്ത ഇതാണ്. ഹമ്മുഹുമുൽ ബത്നു വൽ ഫർജ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നാട്ടിൽ നിന്നൊക്കെ വയറ് നിറച്ച് വഴിയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് വന്ന് ഉമ്മ ഉണ്ടാക്കി വെച്ച വല്ല എന്താ മുരിങ്ങാത്താളിപ്പോ അല്ലെങ്കിൽ അല്ല ഉണക്കത് പൊരിച്ചതോ, ഉമ്മ എനിക്കൊന്നും വേണ്ട. ഉമ്മ എനിക്ക് പഠിച്ചോനെ, ഈ മോൻ ഒരു പ്രാവർച്ചയാണല്ലോ ഈ രാത്രി കുറയാൻ പോകണമെന്ന് വിചാരിച്ച് നിർബന്ധിച്ചു കൊടുത്ത് വല്ലാണ്ട് നിർബന്ധിക്കുമ്പോൾ ഞാനിപ്പോ 5 പൊറോട്ട കഴിച്ചു വരികയാണ്. സുബ്ഹാനല്ലാഹ്. വീട്ടുകാർക്കില്ല, ഇവൻ വയറ് നിറച്ച് അടിച്ചു മാറിയിട്ടാ വരുന്നത്. ഈ സ്വഭാവം നമ്മുടെ നബി തങ്ങൾക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് എന്തുണ്ടോ അത് വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഹബീബ് വീട്ടുകാരുടെ കൂടെയാണ്. ഹബീബിന് പട്ടിണിയാണ്, അതുകൊണ്ട് അവരും പട്ടിണിയാണ്. അത്രയേ ഉള്ളൂ. അവരെ പട്ടിണി കിട്ടതല്ല, തെറ്റിദ്ധരിക്കരുത്. ഹബീബിന് പൈസ ഇല്ല, ഹബീബിന്റെ കയ്യിൽ സമ്പാദ്യമില്ല. അപ്പൊ പിന്നെ അങ്ങനെ അത് സഹിക്കാൻ പറ്റുമെന്ന ചോദ്യം ആയിഷ ബീവിയോട് ചോദിച്ചു. യാ ആയിഷ, എന്റെ ആയിഷ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്റെ കൂടെ നിൽക്കണോ? നമ്മൾ ആലോചിക്കും, ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടി പട്ടിണിയുള്ള ഒരു വീട്ടിൽ ജീവിച്ചു പോരും. പട്ടിണി എന്ന് പറഞ്ഞ പട്ടിണി നമ്മൾ വെറുതെ അലങ്കാരം പറയുന്ന പട്ടിണിയല്ല, ശരിക്കും തിന്നാനില്ല. എന്നാ പിന്നെ ചക്കി മാങ്ങി ഉണ്ടാവും, അതുമില്ല. വെറും പിന്നെ എന്താ ഉള്ളത്? ആകെ വെള്ളവും ഉണങ്ങിയ ഇച്ചിരി കാരക്കയും, അത് തിന്നിട്ട് ജീവൻ നിലനിർത്തുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, റസൂലേ, ഇതിലാണോ, ഈ വിഷയത്തിലാണോ അള്ളാന്റെ റസൂല് വേണോ, അല്ല വേണോ എന്ന വിഷയത്തിലാണോ എൻ്റെ ഉപ്പയോട് ഞാൻ ചർച്ച ചെയ്യേണ്ടത്? അത് അവരോട് ചോദിക്കാതെ എനിക്ക് മറുപടി തരാൻ കഴിയും നബിയേ. ഇന്നി ഇഖ്തർതുല്ലാഹ വറസൂലഹു വദ്ദാറുൽ ആഖിറ. എനിക്ക് അല്ലാഹു മതി, അവന്റെ റസൂല് മതി, പരലോകം മതി നബിയേ. ഞാൻ പട്ടിണി കിടക്കാൻ ഒരുക്കമാണ് പറഞ്ഞു. പൊന്നാര നബിയേ, അങ്ങ് ഇതേ ചോദ്യം ഇനി 8 ആളോടും കൂടെ ചോദിക്കാൻ പോവാണ്. ഞാൻ ഇതാ മറുപടി പറഞ്ഞത്, ദയവ് ചെയ്ത് അവരോട് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എന്തിനാണെന്നറിയോ? നബിനെ ഒറ്റക്ക് കിട്ടാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് നബിയോട് ഇഷ്ടമായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഇന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന കുറെ
എന്താ പറയാ, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇരിക്കുന്ന കുറെ യോദ്ധാക്കളുണ്ട്. ആയിഷ ബീവി, ചെറുപ്പക്കാരിയായ ബീവിയെ നബി കല്യാണം കഴിച്ചത് വലിയ തെറ്റായി പോയി എന്നാ ഓല് കണ്ടെത്തിയത്. ആയിഷ ബീവിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പൊന്നു സഹോദര, ബീവിക്ക് അതിൽ അഭിമാനമായി. എന്തിനാ നീ ടെൻഷൻ അടിക്കണത്? ഇന്നിപ്പോൾ ആരോ ഒരാൾ കഥ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ പേഴ്സ് പോയിട്ട് ബസ് നാരൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ. ആ പേഴ്സ് പോയി, നമുക്ക് വണ്ടി നിർത്തണം സ്റ്റേഷനിൽ. അപ്പോൾ പേഴ്സ് പോയ ആൾ പറഞ്ഞു, പൊന്നാര ചങ്ങായിമാരെ, എൻ്റെ പേഴ്സിൽ ഒന്നുമില്ല, എനിക്കൊരു പരാതിയില്ല, പിന്നെ എന്തിനാ നിങ്ങൾ ഈ പരാതിപ്പെടുന്നത്? സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സന്തുഷ്ടയാണ്. അതുകൊണ്ട് പറയാ, നബിയെ ഞാൻ അങ്ങയെ തെരഞ്ഞെടുത്തു എന്ന് മിണ്ടണ്ടട്ടോ, ബാക്കിയുള്ളവരൊക്കെ എന്തോ പറഞ്ഞോട്ടെ, അതിൽ പോകുന്നവരൊക്കെ പുറത്തു പോയിക്കോട്ടെ, എനിക്ക് അങ്ങയുടെ കൂടെ നിൽക്കാലോ. ആ ഒരു ആഗ്രഹത്തിൽ ബീവി പറഞ്ഞ മറുപടിയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഈ പറഞ്ഞത് ആരോടും പറയരുത് കേട്ടോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഈ സംഭവം നടന്നിരിക്കെയാണ് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല എന്ന വിഷയം അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ നബി തങ്ങളുടെ സമ്മതം വാങ്ങിയിട്ട് ഉമർ എന്നവർ പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല കൂട്ടരെ എന്ന് സന്തോഷത്തോടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ ഇഷ്ടം മാനിച്ചുകൊണ്ട് നബി തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തി. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലുന്നതാണ് ഗസാസിന സൈന്യം വന്ന് മദീനയെ ആക്രമിക്കുന്നതിനേക്കാളും ഗുരുതരമായ തെറ്റ് എന്ന് സ്വഹാബിമാർ മനസ്സിലാക്കുകയായിരുന്നു. കാരണം ത്വലാഖ് അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഹലാലാണ്. ഹലാലാണത്, ഹറാം എന്ന് പറയാൻ കഴിയില്ല. ത്വലാഖ് ഹലാലാണ്, പക്ഷേ അല്ലാഹുവിന് അത്രമേൽ വെറുപ്പാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടാണ് ഒരാൾ വന്ന് പറഞ്ഞത്, അമീറുൽ മുഅ്മിനീനെ, ഹബീബിന്റെ വഫാത്തിന് ശേഷം അമീറുൽ മുഅ്മിനീനെ, എനിക്കെന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കണം. ചോദിച്ചു, എന്തേ കാരണം? എനിക്കവളോടൊരു ഇഷ്ടവും തോന്നുന്നില്ല, എനിക്കവളോടൊരു പ്രേമവും തോന്നുന്നില്ല. നമ്മളറിയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ഉമർ എന്നവർ കൊടുക്കുന്ന മറുപടി, നേരെ റൂമിലേക്ക് പോയിട്ട് ഉമർ എന്നവരുടെ ചാട്ടവാറുണ്ട്, എല്ലാ പിശാചും തലയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു ചാട്ടവാർ, അതുകൊണ്ട് അടികിട്ടിയാൽ ഓടാത്ത പിശാചുക്കളില്ല. ഉമർ എന്നവര് ആ ചാട്ടവാർ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? നിന്റെ ഭാര്യയോട് ഇപ്പൊ ഇഷ്ടം തോന്നുന്നില്ലെന്നോ, അതിന്റെ പേരിൽ അവളെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കണമെന്നോ? ഞാനിപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അലാഹു ബിദ്ദിറ, ആ ചാട്ടവാറങ്ങ് പൊക്കി പിടിക്കുകയും, അതഅലമു അതഅലമു, നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അകുല്ലുൽ ബുയൂതി ബുനിയ അലൽ ഹുബ്ബ്, എല്ലാ വീട്ടിലും സ്നേഹം തളം കെട്ടി നിൽക്കുകയാണെന്നാണോ നീ വിചാരിച്ചത്? ആ വിഷയത്തിലാണോ ജനങ്ങൾക്കൊരു പക്ഷേ മനസ്സുകൾക്ക് മാറ്റം വരാം, ചില ചുറ്റുപാടുകളിൽ മടുപ്പ് വരാം, പക്ഷേ അതൊരു ശീലമാക്കരുത്, തിരിച്ചു വരണം. കുടുംബത്തോട് ഇമ്പത്തോടെ ജീവിക്കണം. എപ്പോഴെങ്കിലും അവരോട് ഇഷ്ടം തോന്നുന്നില്ല എന്ന് വിചാരിച്ച് അവരെ ത്വലാഖ് ചൊല്ലാൻ മുതിരുകയാണോ? നിനക്ക് ഞാൻ അടി തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ചാട്ടവാട് ഉയർത്തിയതിൽ അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൗൺസിലിംഗ് അങ്ങനെയാണ്. ചില കൗൺസിലിങ്ങിന് അടിമതിയാവും, ചില കൗൺസിലിംഗ് അതായിരിക്കും വേണ്ടത്. മണിക്കൂറുകളോളം പറഞ്ഞു കൊടുത്താൽ തിരിയാത്ത വിഷയങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചാട്ടവാറിന്റെ ഒരടി കൊണ്ട് തീരാറുണ്ട്, പ്രശ്നം പരിഹരിക്കപ്പെടാറുണ്ട്. നമ്മൾ അറിയണം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ വളരെ മലീമസമാണെന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ കിടക്കുന്ന ഫോണുകൾ, സ്മാർട്ട് ഫോണുകളും നമ്മുടെ ലാപ്ടോപ്പുകളോ, വിശേഷിച്ചും ഫോണുകൾ തന്നെ, അതിനകത്തുകൂടെ ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പച്ചയായ ഹറാമുകൾ, ഒരിക്കലും ഒരു മനുഷ്യൻ കാണാൻ പാടില്ലാത്തത് കണ്ണുകൊണ്ട് കാണാൻ അവസരമുണ്ടാകുന്നു.
ഉണ്ടാകുന്ന ഫിത്നകൾ ഇതുകൊണ്ട് വരുന്നുണ്ട്. മുതഅല്ലിമീങ്ങളടക്കം ആലിമീങ്ങളടക്കം അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളടക്കം പെട്ടുപോകാനിടയുള്ള ഹബീബായ നബി തങ്ങൾ ഫിത്നത്തുൻ നിസാ, പെണ്ണുങ്ങളെ കൊണ്ടുള്ള ഉപദ്രവമാണ് എന്റെ ഉമ്മത്തികൾക്ക് ഞാൻ ഭയപ്പെടുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഇതുപോലെയുള്ള വ്യഭിചാരത്തിന്റെ സീനുകൾ നമ്മുടെ ചെറുപ്പക്കാരികളും നിരന്തരമായി അതിന്റെ അഡിക്റ്റുകളായി മാറുന്ന അനുഭവങ്ങൾ. എത്രയോ സംഘടനകൾ ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് പോണോഗ്രഫി അഡിക്റ്റുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ്. മയക്കുമരുന്നിന് അടിമപ്പെടുന്ന പോലെ, മദ്യത്തിന് അടിമപ്പെടുന്ന പോലെ ആശ്വാസമല്ലാത്ത മോശമായ വീഡിയോകൾ നിരന്തരം കാണുന്ന അസുഖം ഇന്നത് അഡിക്ഷനാണ്. അതിനാണ് പോണോഗ്രാഫിക് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിന് കൗൺസിലിംഗ് സെന്ററുകൾ ഇന്ന് ലോകത്തെ വികസിത രാജ്യങ്ങളിൽ തോന്നിവാസങ്ങൾ മുഴുവനും മനുഷ്യന്റെ മുമ്പിൽ തുറന്നു കൊടുത്ത പടിഞ്ഞാറുകാരന്റെ തിരുമുറ്റത്ത് ഇന്ന് കൗൺസിലിംഗ് സെന്ററുകളാണ്. എന്തെന്നറിയോ? 6-7 വയസ്സ് മുതൽ ഒരു കുട്ടി മനുഷ്യന്റെ സ്വകാര്യതകൾ കണ്ടു തുടങ്ങുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ആവേശമില്ല. അത്തരക്കാർക്ക് ആദ്യ രാത്രി എന്ന അനുഭവമുണ്ടോ? ഈ പ്രേമവും തോന്നിവാസം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സ്വന്തം വിവാഹമെന്ന പരിശുദ്ധമായ ഒരു ഇബാദത്തിലൂടെ, നിക്കാഹിലൂടെ ഒരു പെണ്ണിന് സുരക്ഷിതമായ ഒരു ജീവിതം കൊടുക്കുകയും നാളെ പരലോകത്തേക്ക് സ്വർഗം വരെ നീണ്ടു നിൽക്കേണ്ട ഒരു കുടുംബ ബന്ധത്തിലേക്ക് പോകേണ്ട ആ നിക്കാഹ് കഴിഞ്ഞ് ആദ്യ രാത്രി എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു രാവ് നമ്മുടെ ചെറുപ്പക്കാരിൽ എത്ര പേർക്കുണ്ടെന്ന്. ആ ആദ്യ രാത്രികളൊക്കെ ഹറാമിലായി കഴിച്ചുകൂട്ടുകയും വിചാരത്തിലൂടെ അല്ലാഹു ഹറാമാക്കിയത് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്താ ആദ്യ രാത്രി മുഅ്മിനേ, എന്താ ആദ്യ രാത്രി? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഖുല്ലിൽ മുഅ്മിനീൻ യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. സത്യവിശ്വാസികളോട് പറയുക നബിയേ, അവർ കണ്ണുകൊണ്ട് അരുതാത്തത് കാണരുത് എന്ന്. എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ടിനോടാണോ ഖുർആനി പറയുന്നത്? നമ്മളോടാണോ ഖുർആനി പറയുന്നത്? സത്യവിശ്വാസികളോട് പറയൂ നബിയേ, അവനവന്റെ ഭാര്യമാരെ ഇഷ്ടമില്ലാതാവുകയും അവനവന്റെ ഭാര്യമാരുടെ തൊലി നിറം മതിയാവാതിരിക്കുകയും അവനവന്റെ ഭാര്യമാരുടെ സൗന്ദര്യം പോരെന്ന് പറയുകയും അവരിൽ വൈകാരികത ഇല്ലെന്ന് പറയുകയും ചെയ്ത് സ്വന്തം ഭാര്യമാരെ മൂലക്കാക്കി ഹറാമിലേക്ക് പോകുന്ന ചെറുപ്പക്കാർ, അതിന് പ്രേരണയായത് അള്ളാഹു ഒരിക്കലും നോക്കരുത് എന്ന് പറഞ്ഞതിലേക്ക് നോക്കിയത് കാരണത്താലാണ്. അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞത് നമ്മൾ സ്വകാര്യമായി അനുഭവിച്ചതിന്റെ പേരിൽ, അള്ളാഹു കണ്ണുകൾ ചിമ്മണം എന്ന് പറഞ്ഞ് ആ കണ്ണുകളെ ചിമ്മാതിരുന്നതിന്റെ പേരിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അള്ളാഹു തന്ന നമ്മുടെ സമാധാനത്തിന്റെ നിധിയായ സ്വന്തം ഭാര്യയെ പോലും നമുക്ക് വേണ്ടാതാവുന്നത് കണ്ണുകളെ സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ്. അള്ളാഹു നമുക്ക് ഹറാമുകളിലേക്ക് പോകാതെ നമ്മുടെ കണ്ണുകളെ ഈ നിമിഷം മുതൽ അങ്ങോട്ടെങ്കിലും സൂക്ഷിക്കാനുള്ള തൗഫീഖ് യാ റബ്ബനാ ലോക മുസ്ലിമീങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എത്ര കുടുംബങ്ങളാണ് വഴിയാധാരമായത്, എത്ര യുവാക്കൾക്കാണ് അവരുടെ ഭാര്യമാരെ കാണുമ്പോൾ ഇഷ്ടമില്ലാതായത്, എത്ര ആളുകൾക്കാണ് അവരുടെ കുടുംബിനികളെ നഷ്ടമായത്, എത്ര ആളുകൾക്കാണ് ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ അനുഭവങ്ങൾ നഷ്ടമായത്. എന്തുകൊണ്ടെന്നാൽ ഹറാമായതിലേക്ക് മനസ്സ് പായുകയും ഹറാമ് കാണുകയും ഹറാം ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു അവർക്ക് ഹലാലിലെ ആസ്വാദനം അള്ളാഹു നിഷേധിക്കുകയാണ്. ഹറാമ് കൊണ്ടല്ലേ നീ ആസ്വദിച്ചത്, നിനക്ക് നിന്റെ ഹലാലിന് വേണ്ട എന്ന് അള്ളാഹു തീരുമാനിക്കുകയല്ലേ അത്? റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണുകയും, സ്വാഭാവികമായും മാനുഷിക പ്രകൃതം എങ്ങനെയാണ്, കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണിനെ കാണുമ്പോ ഏത് പുരുഷന്റെ മനസ്സിലും ഒരുപക്ഷെ ഒരു പ്രണയമോ സ്നേഹമോ എന്തെങ്കിലും വൈകാരികതയോ ഉണർന്നേക്കാം, ഹോർമോണുകൾ പ്രവർത്തിച്ചേക്കാം. നിബിധങ്ങൾ പറയുന്നു ആദ്യമായി കണ്ടുപോകുന്ന ഒരു നോട്ടത്തിൽ കണ്ണ് വലിക്കുകയും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയും ചെയ്ത് കണ്ണ് നിങ്ങൾ തിരിക്കേണ്ടവരാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് നിങ്ങൾക്ക് ആവേശം തോന്നുകയാണെങ്കിൽ ഫൽയതിമ്റഅതുഹു, സ്വന്തം ഭാര്യയുടെ അരികത്തേക്ക് അവൻ വരട്ടെ. ഫഇന്ന ഇൻദഹാ മാ ഇൻദഹാ, അവൻ കണ്ട ആ പെണ്ണിന്റെ അകത്ത് അവളിൽ എന്തുണ്ടോ അത് സ്വന്തം ഭാര്യയിലുണ്ട്.
അത് ഹറാമിലേക്ക് പോവല്ലേ, അത് നിനക്ക് ഹലാലിൽ ലഭ്യമായിരിക്കെ ഹറാമിലേക്ക് പോവല്ലേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും പ്രസക്തമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഹബീബായ നബി തങ്ങളുടെ സ്നേഹമസൃണമായ ഇമ്പമുള്ള കുടുംബമാണ് നമ്മൾ കാണുന്നത്. സ്നേഹമുള്ള കുടുംബം. അവിടെ പരാതി ഉണ്ടായത് ഹബീബിന്റെ സ്നേഹക്കുറവിലല്ല, വയറൊട്ടി കഴിഞ്ഞപ്പോൾ പട്ടിണി കിടന്ന അവസ്ഥയിലാണ് അവർ ഹബീബിനോട് പരാതി പറഞ്ഞത്. അതും ആർഭാടം വേണമെന്നല്ല ചോദിച്ചത്, ഒരു നേരത്തെ ഭക്ഷണം വേണം നബിയേ. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ തഹ്തൽ ഹിജാറതി കശ്ഹം മുത്റഫൽ അദമി. ഹബീബായ നബിയുടെ മിനുമിനുത്ത വയറ്റത്താണ് നബി തങ്ങൾ കല്ല് വെച്ച് കെട്ടിയത്. വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാതെ വയറിനൊരു ഭാരമുണ്ടാവാൻ കല്ല് വെച്ച് കെട്ടിയവരല്ലയോ നബിയെ അങ്ങന്ന്. ഇമാം ബൂസീരി തങ്ങൾ പരിശുദ്ധമായ ബുർദയിലൂടെ പറയുന്ന കാവ്യം വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ تحت الحجارة كشحا مترف الأدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ നബി തങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ ഹബീബിന്റെ ഭാര്യമാർക്ക് വീട്ടുകാർക്ക് ഹബീബായ തങ്ങൾ കൊണ്ടുകൊടുക്കും. ജനിച്ചപ്പോഴേ പിതാവിനെ കാണാതെ 6 വയസ്സായപ്പോൾ ഉമ്മ നഷ്ടപ്പെട്ടു പോയ യതീമായി വളർന്ന ഹബീബാണ് ഈ റബീഉൽ അവ്വലിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഹബീബുനാ റസൂലുള്ളാഹ്. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അവിടുത്തെ ഭാര്യമാർ ഹബീബിന്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവരെ ദാഹിക്കുകയാണ്. ഹബീബായ നബി തങ്ങളിൽ നിന്ന് എന്തെല്ലാം സ്നേഹസ്പർശമുണ്ടോ അത് മുഴുവൻ ഞങ്ങൾക്ക് വേണം. ഹബീബിന്റെ തിരുനോട്ടം വേണം. അവിടുത്തെ ഭാര്യമാരോട് ചോദിക്കുമായിരുന്നു, കൈഫ കാന റസൂലുള്ളാഹി ഫീ ബൈതിഹി. ഹബീബായ നബി തങ്ങൾ വീട്ടിലുണ്ടാകുമ്പോ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചതിന് ആയിഷ റളിയല്ലാഹു തആല അൻഹ കൊടുത്ത മറുപടി കാന ഫീ ഖിദ്മത്തി അഹ്ലിഹി. ഹബീബായ തങ്ങൾ വീട്ടു ജോലികൾ ചെയ്തു കൊടുക്കുന്നവരായിരുന്നു. ചെറുപ്പക്കാരെ, നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അവനവന്റെ പാൻസും ഷർട്ടും നമ്മളൊന്ന് അലക്കുകയോ ഇസ്തിരിടുകയോ ചെയ്തിട്ടുണ്ടോ? അനുഭവമുണ്ടോ? നമ്മുടെ ഭാര്യക്കോ ഉമ്മക്കോ അസുഖമോ പ്രയാസമോ തിരക്കോ കാണുമ്പോ, കൊച്ചു മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കേണ്ടി വരുമ്പോ, അതിഥികൾ കയറി വരുമ്പോ ഒന്ന് മക്കളെ നോക്കണേ എന്ന് പറയുമ്പോ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? നമ്മളവരെ കുക്കിങ്ങിലോ അല്ലാത്ത വിഷയങ്ങളിലോ നമ്മൾ സഹകരിക്കാറുണ്ടോ? സഹകരിക്കുമ്പോൾ പെൺകോന്തനെന്നാണെന്നാണോ നമ്മൾ പറയുന്നത്? അതല്ല, ഇവൻ ഹബീബിന്റെ സുന്നത്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരുത്തി മനസ്സിലാക്കാറുണ്ടോ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്സിഫുനാ ലഹു. ഹബീബിന്റെ ചെരുപ്പ് സ്വയം നന്നാക്കുമായിരുന്നു. വയഹ്ലിബു ഷാതഹു. അവിടുത്തെ ആടിനെ ഹബീബിന്റെ കൈകൊണ്ട് പാല് കറക്കുമായിരുന്നു. വയഖ്ലിസു അർളഹു. ഹബീബിന്റെ വീടിന്റെ ഉള്ള് അവിടുത്തെ കൈകൊണ്ട് ചൂലെടുത്ത് അടിച്ചു വാരുമായിരുന്നു. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇത് ചെയ്യണം. എന്തിനെന്നറിയോ? ഇത്തിബാഅൻ ബിഹബീബിനാ റസൂലില്ലാഹ്. നമ്മുടെ ഹബീബായ നബി തങ്ങളെ പിൻപറ്റി ഹബീബിന്റെ ഒരു സുന്നത്ത് കേൾക്കുമ്പോ അത് ചെയ്യൽ സുന്നത്താണ്. ഒരു സുന്നത്ത് കേൾക്കുമ്പോ അത് അനുവർത്തിക്കൽ സുന്നത്തല്ലേ? ഹബീബായ ഞങ്ങൾ ഹിജ്റ പോകുമ്പോൾ ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയിൽ 3 ദിവസം നബി തങ്ങൾ ഒളിച്ചു താമസിച്ച് ഹിജ്റയുടെ യാത്ര തുടരുകയാണ് ഉണ്ടായത് എന്ന് ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തിയപ്പോ, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്ന ഇമാം അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്ന അൽ മുഹദ്ദിസുൽ ആലിമുൻ നഹ്രീർ, പ്രഗൽഭനായ പണ്ഡിതൻ, ജഹാബിദത്തുൽ ഉലമാഇന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ
റളിയല്ലാഹു അൻഹുവിനെ ഖൽഖുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ മഹാനവറുകളെ ക്രൂശിക്കപ്പെടുകയും മഹാനവറുകൾ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ ആശയം അന്ന് ബഗ്ദാദിൽ ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മഹാനവറുകളെ ജയിലടക്കാൻ വേണ്ടി സൈന്യം അന്വേഷിച്ചിറങ്ങിയപ്പോൾ തന്റെ ശിഷ്യന്റെ വീട്ടിൽ 3 ദിവസം താമസിച്ചതിന് ശേഷം മഹാനായ അഹ്മദ് എന്നവർ പറഞ്ഞു, മോനെ, തന്റെ ശിഷ്യനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് മോനെ, ഞാൻ പോവുകയാണ്. അല്ലയോ ശൈഖേ, ഗുരു, അങ്ങ് എങ്ങോട്ടാ പോകുന്നത്? പോലീസുകാർ അങ്ങയെ തെരഞ്ഞു നടക്കുകയാണ്, പട്ടാളക്കാർ അങ്ങയെ പിടിക്കാൻ നടക്കുകയാണ്. അങ്ങ് പുറത്തിറങ്ങിയാൽ അവരങ്ങയെ പിടിക്കൂലേ? എന്റെ വീട്ടിൽ അങ്ങേക്ക് വല്ല തടസ്സവുമുണ്ടോ? എന്റെ വീട്ടിൽ അങ്ങേക്ക് വല്ല പ്രയാസവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാൻ കൊടുത്ത മറുപടിയുണ്ട്, മോനെ, പ്രയാസം ഒന്നും ഉണ്ടായിട്ടല്ല. കതബതു ബിയദയ്യ, എൻ്റെ കൈ കൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഹബീബിന്റെ ഹദീസ്. മകസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗാരി സൗരിൻ 3 ലയാലിൻ, 3 ദിവസമാണ് നബി തങ്ങൾ സൗർ ഗുഹയിൽ താമസിച്ചത്. പിന്നെ അവിടെ നിന്ന് നബി തങ്ങൾ യാത്ര പോവുകയായിരുന്നു. ഹിജ്റയിൽ ഒളിച്ചോടി നബി തങ്ങൾ തക്കം പാർത്ത് ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ പോയ യാത്രയിൽ 3 ദിവസമല്ലേ നബി തങ്ങൾ ഒളിച്ചു പാർത്തത്. ആ സുന്നത്തെടുക്കാൻ വേണ്ടി ഞാനും 3 ദിവസമേ ഒളിച്ചു പാർക്കുന്നുള്ളൂ. ഇനി എന്നെ പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് പിടികൊടുക്കുകയും 40 കൊല്ലം യുദ്ധ തടവുകാരനെ പോലെ ജയിലിൽ കടന്ന മഹാനാണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂല് അടിച്ചുവാരിയിരുന്നു, പാല് കറന്നു കൊടുത്തിരുന്നു, ആട്, മാടുകൾ, ഒട്ടകങ്ങളെ. നബിതങ്ങൾ ചെരുപ്പ് നന്നാക്കുമായിരുന്നു. നബിതങ്ങൾ അവിടുത്തെ യഖീതു സൗബഹു, സ്വന്തം വസ്ത്രം തുന്നുമായിരുന്നു. നമുക്ക് തുന്നേണ്ടതില്ല. ഒന്ന് വാഷിംഗ് മെഷീനിലേക്കിട്ട് ഒന്ന് സോപ്പ് പൗഡർ ഇട്ട് കൊടുക്കുന്ന അടച്ച് ഒന്ന് ഓൺ ചെയ്യാനെങ്കിലും നമുക്ക് പറ്റുമോ? ഒന്ന് അയൺ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഹബീബ് തുന്നുമായിരുന്നു. ഹബീബായ നബിതങ്ങൾ ഫീ ഖിദ്മത്തി അഹ്ലിഹി, വീട്ടുകാരെ സഹായിച്ചിരുന്നു. എന്നിട്ടും ഹബീബിന്റെ സ്റ്റാറ്റസിന് വല്ല കുറവും വന്നോ മുഅ്മിനെ? ഹബീബായ നബിതങ്ങളുടെ മഹത്വം വല്ലതും കുറഞ്ഞു പോയോ? എന്തെങ്കിലും മഹത്വം കുറഞ്ഞോ? മാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അല്ലാഹ്ക്ക് വേണ്ടി വിനയം കാണിച്ചാൽ മനുഷ്യർക്ക് വേണ്ടിയല്ല, പടച്ച തമ്പുരാന് വേണ്ടി ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുകയോ താഴ്ന്നു കൊടുക്കുകയോ ചെയ്താൽ ഇല്ലാ റഫഅഹുല്ലാഹ്, അവരെ അല്ലാഹു ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി